എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. രസം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളുടെയൊക്കെ ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പം വളരെ ഈസിയായും സിമ്പിളായും ഒരു രസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു ഈസി രസം ഇങ്ങനെയെന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ആദ്യം നമുക്ക് രസത്തിന് പുളിപ്പിന് വേണ്ടിയുള്ള ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പുളി കൈകൊണ്ട് നന്നായി ഒന്ന് അടർത്തി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂണോളം ഉലുവ, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഒരു 7 8 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും, അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും, പിന്നീട് അതിലേക്ക് രണ്ട് ചെറിയ തക്കാളിയാണ്. വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതിയാകും. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി രസം തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. കൂടെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കാം. മസാലയുടെയും തക്കാളിയുടെയൊക്കെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴട്ടാം. മസാല നന്നായി മൂത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ട് വെച്ചിരുന്ന പുളി നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് രസത്തിന് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി രസത്തിന് ആവശ്യമായ ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചട്ടി മൂടി വെച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ രസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം രസത്തിലേക്ക് ആവശ്യമായ മല്ലിയിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് മൂടി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസമാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.